ഹായ്. അപ്പോൾ നമ്മളിപ്പോൾ താജ് ബേക്കൽ റിസോർട്ട് ആൻഡ് സ്പായിലാണുള്ളത്. അപ്പം ഇവിടുത്തെ വിശേഷങ്ങളാണ് ഞാനിപ്പം ഈ വീഡിയോയിൽ പങ്കുവെക്കുന്നത്. ഇപ്പം ഞാൻ വേറെ വീഡിയോസൊക്കെ ഇതിൻ്റെ താടിയിട്ടുണ്ട്. അപ്പോൾ ഫുൾ പ്രോപ്പർട്ടി ഉപയോഗിക്കാൻ വീഡിയോയുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങളിന്ന് പരിചയപ്പെടുന്നത് താജ് ബേക്കൽ റിസോർട്ടിലെ ഒരു 5 സ്റ്റാർ തട്ടുകടയാണ്. ഇവിടെ ഒരു റിസോർട്ട് 5 സ്റ്റാർ താജ് പോലത്തെ ഒരു 5 സ്റ്റാർ റിസോർട്ടിലൊരു 5 സ്റ്റാർ തട്ടുകട എന്ന് പറയുമ്പോൾ ശരിക്കും നിങ്ങൾ ഞെട്ടില്ല. അതെ, എന്നാൽ നമ്മുടെ ഈ ഒരു ബേക്കൽ താജിലെ ഒരു 5 സ്റ്റാർ തട്ടുകടയുണ്ട്. അത് ഈവനിങ് മാത്രമേ ഓപ്പൺ ആവുള്ളൂ. ഇവിടുത്തെ ഗസ്റ്റുകൾക്ക് ഈവനിങ് ടീ ആൻഡ് സ്നാക്സ് കിട്ടുന്നത് ഈ ഒരു 5 സ്റ്റാർ തട്ടുകടയിൽ നിന്നാണ്. അത് ഈ ഒരു നല്ല മനോഹരമായിട്ടുള്ളൊരു ഏരിയയിലാണുള്ള ഈ ഒരു നല്ലൊരു ലോണുള്ള ഏരിയയിലാണ്. അതിൻ്റെ അപ്പുറം പുഴയാണ്, കടലുണ്ടായിരുന്നു തൊട്ടടുത്ത് തന്നെ. അതുപോലെ സ്വിമ്മിംഗ് പൂളിൻ്റെ ഒക്കെ ഏരിയയെല്ലാം മനോഹരമായിട്ടുള്ള ഒരു ഈ തെങ്ങിൻ തോപ്പിരുന്നാണ് നമുക്ക് ഈ ഈവനിങ് ടൈമിൽ നല്ല 5 സ്റ്റാർ തട്ടുകടയിലെ ടീയും സ്നാക്സ് കഴിക്കാൻ പറ്റും. അപ്പം ആ ഒരു 5 സ്റ്റാർ തട്ടുകടയാണ് നിങ്ങൾ പരിചയപ്പെടുന്നത്. അപ്പം എന്താണല്ലോ ഇവിടെ വരുന്നവർ എന്താണ് ഈവനിങ് ടൈമിൽ ഈ ഒരു തട്ടുകട മിസ് ചെയ്യാണ്ടിരിക്കുക. നല്ല നാടനായിട്ടുള്ള ഐറ്റംസ്, നല്ല കോഫി, ടീ ഐറ്റംസ്, അങ്ങനെ ഒരുമാതിരി എല്ലാ ഐറ്റംസും ഇവിടെ അവൈലബിൾ ആണ്. ഇതൊരു 3 to 4 o'clock to 5:30, 6 o'clock വരെ ഇതിവിടെ ഉണ്ട്. അപ്പം ഈവനിങ് ഇത് കോംപ്ലിമെൻ്റ്. ഇവിടെ സ്റ്റേ ചെയ്യുന്ന ആൾക്കാർക്ക് ഇവിടുത്തെ ഈ ഒരു തട്ടുകടയിലെ ഫുഡും സ്നാക്സ് ഐറ്റംസൊക്കെ കോംപ്ലിമെൻ്ററി ആണ്. അപ്പം എന്തൊക്കെ ഐറ്റംസ് ഉണ്ട് ഇവിടെ എന്നൊക്കെ നിങ്ങൾക്കത് കണ്ടാൽ മനസ്സിലാവും. അപ്പം നമ്മൾ ഈവനിങ് ടൈമിൽ നമ്മൾ ഇവിടെയൊക്കെ നടക്കാൻ ഇറങ്ങുന്നവരും ബീച്ച് സൺസെറ്റ് കാണാൻ പോകുന്നവർക്കൊക്കെ അതിന് മുമ്പ് ടീ കുടിച്ചിട്ട് നേരെ നമുക്ക് സൺസെറ്റ് കാണാൻ പോകാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു സൈഡിൽ തന്നെ നമുക്ക് നേരെ സൺസെറ്റ് ഏരിയയിലേക്ക് പോകുന്നത്. ഇതാണ് ഇവിടുത്തെ സ്വിമ്മിംഗ് പൂൾ ഏരിയ. അപ്പം ഇനി നമുക്ക് തട്ടുകട വിശേഷങ്ങൾ കാണാം. ഇതാണ് ഞാൻ പറഞ്ഞ 5 സ്റ്റാർ തട്ടുകട, നമ്മൾ 5 സ്റ്റാർ ചായക്കട. അപ്പം ഇവിടുത്തെ വൈകുന്നേരം നല്ല ടീ സ്നാക്സ് ഐറ്റംസൊക്കെ അവൈലബിൾ ആണ്. ഒരു പഴയൊരു സിനിമ പോസ്റ്ററൊക്കെ കിട്ടുന്ന പോലെയൊക്കെ നമുക്കിവിടെ കാണാം. ഇവിടെ നല്ല ചെറിയ പരിപ്പുവടയുണ്ട്. നല്ല പരിപ്പുവടയാണ്. ശരിക്കും അതിൻ്റെ ടേസ്റ്റിങ് കഴിച്ചാലേ മനസ്സിലാവുള്ളൂ. അത്രയ്ക്ക്. പിന്നെ ചെറിയ ചെറിയ കുഴക്കട്ടയുണ്ട്, പിന്നെ പരിപ്പുവട, കുഴക്കട്ട, മക്ന, ഇതൊക്കെയാണ് ഇന്നത്തെ ഐറ്റംസ് സ്പെഷ്യൽ. പിന്നെ ഇവിടുത്തെ ഡ്രിങ്ക്സ് ഐറ്റംസ് ഉണ്ട്, ചായയുണ്ട്, കോൾഡ് കോഫി ഐറ്റംസ് ഉണ്ട്. അപ്പം നമുക്ക് അങ്ങനെ വേണ്ട ഐറ്റംസൊക്കെ തന്നെ ഇവിടെ അവൈലബിൾ ആണ്. അപ്പം ഈ താജ് ബേക്കൽ ആൻഡ് റിസോർട്ടിൽ ഈ സ്റ്റേ ചെയ്യാൻ വരുന്നവർ എന്താണ് ഈവനിങ് ടൈമിലുള്ള ഇവിടുത്തെ ഈ 5 സ്റ്റാർ ചായക്കട മിസ് ചെയ്യാണ്ടിരിക്കുക. അത്രയ്ക്ക് അടിപൊളിയായിട്ടുള്ളൊരു വെറൈറ്റി ആയിട്ടൊരു ചായക്കടയാണ്. ഇവിടുത്തെ ഐറ്റംസും സൂപ്പറാണ്. ഹോർലിക്സ്, ബൂസ്റ്റ്, കോൾഡ് കോഫി, അങ്ങനെ ഐറ്റംസൊക്കെ തന്നെ ഇവിടെ അവൈലബിൾ ആണ്. അപ്പം എന്താണ് ഇവർ വരുന്നവർ ഈ ഒരു ചായക്കടയിലെ എക്സ്പീരിയൻസ് മിസ് ചെയ്യാണ്ടിരിക്കുക. മസ്റ്റ് എക്സ്പ്ലോർ. ഇവിടെ ഹോർലിക്സിനായി ഡ്രിങ്ക് ഓഫ് നൊസ്റ്റാൾജിയ എന്ന് തന്നെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് പഴയ ഹോർലിക്സിൻ്റെ ഒരു പിക്ചറൊക്കെ വെച്ചിട്ട് ശരിക്കും ഒരു അടിപൊളി ഒരു ഐഡിയ തന്നെയാണ്. അപ്പം എന്താണെങ്കിലും ഈ ഒരു 5 സ്റ്റാർ ചായക്കട മസ്റ്റായിട്ട് എക്സ്പ്ലോർ ചെയ്യുക.